എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് എന്തെന്ന് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 22:39, രണ്ടാമത്തേതോ അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ഒരു പരീശൻ ചോദിച്ച ചോദ്യത്തിന് യേശു ഉത്തരം നൽകുന്ന ഒരു സംഭാഷണമാണ് ഇത്. ഈ വാക്യം യേശു 2 ഭാഗങ്ങളുള്ള ഉത്തരം നൽകുന്നു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളും മുഴുവൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും സംഗ്രഹിക്കുന്നുവെന്ന് യേശു പറയുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ചുള്ള പരീശന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരത്തിൻ്റെ 2ാം ഭാഗമാണ്. നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിർണായകമാണെന്ന് യേശു എടുത്തു കാണിക്കുന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് നിസ്വാർത്ഥതയും അനുകമ്പയും ആവശ്യപ്പെടുന്നു. സ്വന്തം ക്ഷേമത്തെ പോലെ തന്നെ മുൻഗണനയും തീവ്രതയുമുള്ളവരോട് മറ്റുള്ളവരെ പരിപാലിക്കണമെന്ന് അത് അനുമാനിക്കുന്നു. ബൈബിളിലെ എല്ലാ കൽപ്പനകളും നിയമങ്ങളും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും ഈ 2 തത്വങ്ങളിലേക്ക് ചുരുക്കാമെന്ന് യേശു പഠിപ്പിക്കുന്നു. ഒരു വ്യക്തി ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹവും നീതിയും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അന്തർലീനമായതിനാൽ അവർ സ്വാഭാവികമായും മറ്റുള്ളവരെ സേവിക്കും. ഒരു അയൽക്കാരൻ എന്നത് അടുത്ത വീട്ടിലെ താമസിക്കുന്ന ഒരാളല്ല, മറിച്ച് ദേശീയതയോ പശ്ചാത്തലമോ പരിഗണിക്കാതെ സഹായം ആവശ്യമുള്ള ഏതൊരാൾക്കും ആകാം. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ സ്വന്തം മൂല്യവും അന്തസ്സും നിങ്ങൾ തിരിച്ചറിയുകയും അതിനാൽ മറ്റുള്ളവരോട് അതേ ബഹുമാനവും കരുതലും നൽകുകയും ചെയ്യുക എന്നതാണ്. നമുക്കുള്ളതെല്ലാം ഉപയോഗിച്ച് നാം ദൈവത്തെ സ്നേഹിക്കണം. ഈ യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്വാഭാവികമായും സ്നേഹം ഒഴുകുന്നു. നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആദ്യം നമ്മളെ എങ്ങനെ ശരിയായി സ്നേഹിക്കണമെന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ്, അവരുടെ വംശം, മതം, പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ. സ്നേഹപിതാവേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന മഹത്തായ കൽപ്പനയിൽ വേരൂന്നിയതും മറ്റുള്ളവരോട് നിസ്വാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആദരവും അനുകമ്പയും കരുതലും ഉള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.